എല്ലാ കരങ്ങളും അടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. പാടി പുകഴ്ത്തിടുമേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ആമേൻ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളു ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളു ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയാണ് ചവർ ആശ്വാസമാനുദിനവും. അവന്റെ ചാരെ ഓടിയാണ് ചവർ ആശ്വാസമാനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ആനന്ദ സന്തോഷം ആകമെന്നെ തരും. ഓ അകറ്റങ്ങളാകത്തീരനാശുദ്ധിയ നീതി, ആനന്ദ സന്തോഷമെന്നാകമെന്നെ തരും. അഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. അഭിഷേകത്താൽ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ആമേനാനുദിനം ഭാരങ്ങൾ അവൻ ചുമത്തിയിടും. അനവധി നന്മകളാകെ തരുന്നു. അനുദിന ഭാരങ്ങൾ അനവധി നന്മകളാകെ തരുന്നു. അവന്റെ ഉപരിധി അവസാനത്തോ അവൻ താക്കുവൻ ശക്തനല്ലോ. അവന്റെ ഉപരിധി അവസാനത്തോ അവൻ താക്കുവൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സനികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ അധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. മണവാളനെ സമയം യേശുയെന്നഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ആമേൻ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്.
ഒരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിൽ ചെന്നി ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളൻ. ആമേൻ ആമേൻ എന്റെ രക്ഷകൻ അവൻ എനിക്കുള്ളൂ ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. ആമേൻ ആമേൻ എന്റെ രക്ഷകൻ അവൻ എനിക്കുള്ളൂ ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരേ ഓടിയാണ് അവകാശ്വാസമാനുദിനമോ. അവന്റെ ചാരേ ഓടിയാണ് അവർ ആശ്വാസമാനുദിനമോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവരാനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടും. അനവധി നന്മകളവന്റെ തരും. ഓ അനുദിനം അനവധി നന്മകളവന്റെ തരുന്നു. അവന്റെ തുവനിധി അവസാനത്തോ അവൻ കാക്കുവൻ ശക്തനല്ലോ. അവനെ തുവനിധി അവസാനത്തോ അവൻ കാക്കുവൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളൻ. അവൻ മരണത്തെ ജയിച്ചവൻ. ഹല്ലേലൂയ യേസ് എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിൽ എന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവൻ അവൻ എന്റെ രക്ഷകൻ അവൻ എനിക്കുള്ളൂ ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവൻ അവൻ എന്റെ രക്ഷകൻ അവൻ എനിക്കുള്ളൂ ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരേ ഓടിയാണ് അവകാശ്വാസമാനുദിനമോ. അവന്റെ ചാരേ ഓടിയാണ് അവകാശ്വാസമാനുദിനമോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവർ അകറ്റങ്ങളാകെ അശുചിയെ നീക്കി ആനന്ദ സന്തോഷമേ അകമെന്ന് തരുളി. ഓ അകറ്റങ്ങളാകെ അശുചിയെ നീക്കി ആനന്ദ സന്തോഷമേ അകമെന്ന് തരുളി. അതീവ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. അതീവ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടും
മാനുവേലനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളൻ. ആമേൻ. ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Namarabara jeevanama shandaranaga. Adayana hattal karanaga jeevan karabhaudavana. Namarabara shairanaga kalanaga. Hallelujah, hallelujah, hallelujah. ആമേൻ. ഹല്ലേലൂയ. Ribababana shairabana. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ ദൂത സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അല്പസമയം നമുക്ക് ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ ദൃഷ്ടികളാ കാണുന്നു ഞാൻ ദേശമത്. വിശ്വാസത്തോടെ തിരുക്കാരൻ വഹിച്ചു എന്നെ നന്ദിയപ്പ തിരുഹിതം പോൽ നടത്തേണമേ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. ആമേൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആമേൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നമുക്ക് അവസാനമായി ഒരുമിച്ച് തിരുകരത്താൽ വഹിച്ചു എന്നെ നമുക്ക് ഒരുമിച്ച് പാടാം. നമ്മുടെ ദൈവം നമ്മൾ ഇത്രത്തോളം നടത്തിയല്ലോ, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നല്ലോ, ഈ മഹാമാരിയിൽ നിന്നും നമ്മളെ കർത്താവ് നീക്കി വെച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ തിരുകരത്താൽ വഹിച്ചു എന്നെ ഹല്ലേലൂയ തിരുഹിതം പോൽ നടത്തേണമേ. ആമേൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആമേൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. താങ്ക് യു ലോർഡ്. ഈ പകൽ അപ്പാ അവിടുത്തെ ഹിതം പോലെ എന്നെ നടത്തണമേ. എല്ലാ കണ്ണുകളും പ്രാർത്ഥനയ്ക്കായിട്ട് അടച്ചാട്ടെ. രണ്ടുപേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങണം. സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് മോളി മത്തായി ആൻറ്റി പ്രത്യേകം മൈക്ക് ഓൺ ചെയ്ത് മോളി മത്തായി ആൻറ്റിയുടെ കയ്യിലും, സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ഷാജിച്ചായൻ്റെ കയ്യിലും മൈക്ക് കൊടുക്കുക.
സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലകളമണക്കാം. ഈ വിശുദ്ധ സഭായോഗത്തിൽ വലിയ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിപ്പാൻ നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ ആരാധനയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ആഴ്ച കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. ദൈവസന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായി ഈ പേര് പറയപ്പെട്ട സഹോദരി സഹോദരന്മാർ ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. മറ്റെല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥന കൂടി ആയിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന വേദഭാഗം പാടി ദൈവത്തെ സ്തുതിക്കാം. ആ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ ജോർജിനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. അറുപത്തിമൂന്നാം സങ്കീർത്തനം സാംസ് 63 വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മൗത്തപ്പെടുത്താം. അതിൻ്റെ ലാസ്റ്റ് വേഴ്സ് 11 ഒരുമിച്ച് പാടി കർത്താവിനെ മൗത്തപ്പെടുത്തുകയും ചെയ്യാം. സാംസ് 63 വായിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നിന്റെ ദയാ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചെറുനിഴലിൽ ഞാൻ പോഷിച്ചാനന്ദിക്കുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. ചേർന്ന് പാടാ. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നതിനെല്ലാം പുകഴും. എങ്കിലും ഭോഷ്കതനുടെ വായ അടഞ്ഞു പോകും. ദൈവത്തെ മൗത്തപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും ദൈവസന്നിധാനത്തിലിരിക്കാം. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ സഭയോട് വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന അഭിഷിക്തന്മാർ, ഈ സഭയുടെ അനുഗ്രഹീത ശുശ്രൂഷയ്ക്കായി ദൈവം അയച്ച വിലയേറിയ അഭിഷിക്തൻ പാസ്റ്റർ ഡെന്നി പിലുപ്പ് പാസ്റ്ററോടും കുടുംബത്തോടും, സൗദി അറേബ്യയുടെ മരുഭൂമിയിൽ നിന്ന് ഈ ദേശത്ത് കടന്നു വന്ന കർത്താവിൽ ബഹുമാനിയ പാസ്റ്റർ ബിജുവിനോട് ഒരുമിച്ചായിരിക്കാൻ ദൈവ അവസരം ഒരുക്കിയതിനായി സ്തോത്രം. ഈ കൂട്ടായ്മയിൽ ആഹരായ മാന്യല സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ സൂം മീറ്റിങ്ങിൽ കൂടെ വിവിധ മേഖലയിലിരുന്ന് സശ്രദ്ധമായിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഇന്നപോലത്തെ ശുശ്രൂഷയിൽ കുഞ്ഞുങ്ങളുടേതായ അനുഗ്രഹീതമായ സ്ഥാന ശുശ്രൂഷ, അതിനോടൊപ്പം ആഗതരായ മാതാപിതാക്കൾ നിങ്ങളുടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷവും ആനന്ദമായ ഒരു ദിവസമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലിൽ നൽകിയിരിക്കുന്നത്. കാരണമെന്ന് ചോദിച്ചാൽ, പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഇങ്ങനെ 8, 10, 20 സ്നാനമൊക്കെ അത് നദിയിലാണ്. ഇതുപോണക്കുള്ള പ്രത്യേകം അടയ്ക്കപ്പെട്ടൊരു സ്ഥലമല്ലായിരുന്നു. ഞാൻ ആ കാലം ഓർക്കുകയാണ്. മഹാകവി KV സൈമൺ സാർ അദ്ദേഹത്തിൻ്റെതായ പുസ്തകത്തിൽ ഒരിക്കൽ ഇങ്ങനെ എഴുതി, ആ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. പമ്പാ നദിയുടെ തീരത്ത് നിരനിരയായി ജനങ്ങൾ കടന്നു വന്ന് ആ കൽപ്പന സ്വീകരിച്ചപ്പോൾ ആ കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് മഹാകവി KV സൈമൺ സാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും അത് ഓർക്കുകയാണ്. കുഞ്ഞുങ്ങൾ സ്നാനക്കടവിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വർഗം സന്തോഷിച്ചു, അവരുടെ മാതാപിതാക്കളും സന്തോഷിച്ചു. ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ദൈവത്തെ അറിയാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചല്ലോ. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. 63-ാം സങ്കീർത്തനം
ദാവീദ് പ്രശ്നത്തിൽ കൂടി മരുഭൂമിയിൽ കടന്നുപോയ സമയത്ത് മരുഭൂമിയിൽ ദൈവത്തെ നോക്കുന്ന ഒരു അനുഭവമാണ്. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശം, വരൾച്ചയാണ്. ആരും പാർക്കുവാൻ താമസിക്കുവാൻ കൊതിക്കാത്ത ഒരു ദേശമാണ് മരുഭൂമി. എന്നാൽ അതിൻ്റെ നടുവിലും 63-ാം സങ്കീർത്തനം 2-ാം വേദവാക്യം ലാസ്റ്റ് പാർട്ട് ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 4-ാം വേദവാക്യം ലാസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്കലേക്ക് എൻ്റെ കൈകളെ മലർത്തും. ഈ 2 വേദവാക്യത്തോട് ചേർന്ന് അനുകൂലമല്ലാത്ത മരുഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും, മരുഭൂമി എന്ന് പറയുമ്പോൾ ഉറവുകളോ പാർക്കുവാൻ പറ്റിയതായ സാഹചര്യം ഒന്നുമല്ല. ഭക്തന്മാരുടെ ജീവിതത്തിൽ മരുഭൂമി കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ ജോർദാനിൽ സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്വർഗം തുറന്ന ആ ശബ്ദം കേട്ട ഉടനെ തനിക്കടുത്തൊരു മരുഭൂമിയാണ് നേരിട്ടത്. യഹൂദിയ മരുഭൂമി എന്ന് പറയുമ്പോൾ ചരിത്രം പഠിക്കുന്ന ഉടനെ വേദനാജനകമായ ആ മരുഭൂമിയിലേക്ക് താൻ കടന്നുപോയി. തനിക്ക് നേരിട്ട പരീക്ഷ എന്ന് പറയുമ്പോൾ 1 ദിവസമോ 2 ദിവസമല്ല, 3 പരീക്ഷകളെന്ന് സുവിശേഷന്മാരവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. എങ്കിലും പരീക്ഷകളുടെ വലിയൊരു ഘട്ടം താൻ നേരിടേണ്ടതായിട്ട് വന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷേങ്കിൽ അടുത്ത് തനിക്ക് നേരിടുവാനുള്ളത് മരുഭൂമിയായിരുന്നു. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്നാനമനുഗ്രഹമായ നിലയിൽ നടന്നു. സ്വീകാര്യങ്ങളും അനുമോദങ്ങളും ആദരണീയമായ ശബ്ദങ്ങളൊക്കെ കേട്ടുവെങ്കിലും നമ്മൾ ഉഷ്ണ മരുഭൂമിയിലാണ്. സകല ഭക്തന്മാരുടെയും മുമ്പിൽ മരുഭൂമി കടന്നു വരും. എന്നാൽ അതിൻ്റെ നടുവിൽ സങ്കീർത്തനം 63 നമ്മൾ പാടിയതുപോലെ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 4-ാം വേദവാക്യം ലാസ്റ്റ് പാട്ടിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നിങ്കലേക്ക് ഞാൻ എൻ്റെ കൈകളെ ഉയർത്തുന്നു. ഏത് സമയത്തും കർത്താവിലേക്ക് മാത്രം കരങ്ങളെ ഉയർത്തുമ്പോൾ ആരാധനയ്ക്ക് കടന്നു വന്ന് അതിൻ്റെ സാഹചര്യം നമുക്ക് പലതും അനുകൂലമല്ല എങ്കിലും ഒരു കാര്യം, നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നു, ദൈവവചനത്തെ നമ്മൾ ബഹുമാനിക്കുന്നതിൻ്റെ ആദരസൂചകമായി ആരാധനയുടെ നടുവിലും നമ്മുടെ കരങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തുവാനും ഈ മരുഭൂമിയിൽ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാചകത്തിന് കുത്തിട്ടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് വീണ്ടും ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാനുള്ള സമയമാണ്. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में। पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में। पवित्र आत्मा, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। यीशु ही मार्ग है,
यीशु ही सत्य है, यीशु ही जीवन है, यीशु मेरा प्रभु, यीशु ही मार्ग है, यीशु ही मार्ग है, यीशु ही सत्य है, यीशु ही जीवन है, यीशु मेरा प्रभु। सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में। पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में। पवित्र आत्मा, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में। पवित्र आत्मा, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അല്പനേരം കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിക്കാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്കു നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ, നിർത്തിടൂ ദയയാ, ദയയാ, നിത്യദയയാ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുമ്പോളേ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, അവൻ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, ഹല്ലേലൂയ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്കു നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്ദയല്ലയോ
എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ, നിർത്തിടൂ ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേഴുകളിൽ കരം പിടിച്ചു എന്നെ വഹിക്കുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേഴുകൾ കരം പിടിച്ചു എന്നെ നടത്തിയതാ. അവരെണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപ. നന്ദി യേശുവേ, ഹല്ലേലൂയ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് നിർത്തിടൂ ദയയാ, ദയയാ, നിത്യദയയാ. കോഴിതൻ കുഞ്ഞിനെ ശീറകാടിയിൽ വാഹയ്ക്കും പോലെ, കുഞ്ഞിനെ ശീറകിന്നീരെ വാഹിക്കും പോലെ. കോഴിതൻ കുഞ്ഞിനെ ശീറകാടിയിൽ വാറയ്ക്കും പോലെ. കഴുകന്റെ കുഞ്ഞിനെ ശീറകിന്നീരെ വായിക്കും പോലെ. അവരെണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, ആമേൻ, നന്ദി യേശുവേ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ. നിർത്തിടൂ ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേഴുകളിൽ കരം പിടിച്ച് എന്നെ കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. പേടുകളിൽ കരം പിടിച്ച് എന്നെ വഹിക്കുന്നതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, ഓ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ
എന്നെ നടത്തിയത് അത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിടും ദയയാ ആമേൻ 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 ഹല്ലേലൂയ ആമേൻ ആമേൻ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ ವೈಡ ರಾಜಲ ಗೋರಿಗ ರಾಜನ ಓ ತಂದ ರಾಜಲೇ ಓ ವೈಡ ರಾಜನ ಓ ಶಿವ ರಾಜನ ಗಸ್ತಾರ ಜಾನನ ಓ ರೀಗಲ ರಗವ ಶಂದವ ರಾಜ ತವಲ ಜಗ ಧೂಡವ ಲಕ್ಷಲ ಜಗರ ಜಗ ಭೀಮಲ ರಗವೇ ಜಯ ರಾಜ ಧೂಡವ ರಕ್ಷ ತವರ ಜಗ ಭೀಮಲ ರಗವ ರೀಬಲ ಮೌಂಡ ಜಾನಗ ದೂಡ ಪರಮ ಶಂದವ ರಾಜಗ ಭೀಮ ರಾಜಗ ವೈಡಗ ರಾಜಗ ಪರಮರ ಮೌಂಡ ಜಾನ ಭೀಮ ಪರಮ ರೀಬಲ ರಗವೇ ರಾಜಗ ವೈಡಗ ರಾಜ ಪಾರಗ ಭೀಮಲ ಪರಮ ಪರಮ ಶಂದಲಾರಗ ಐರಾರಮ ಚಾಲಗ ಪರಮ ಬಲಮ ಶೈದಾರಮ ಅಡಮಾರಮ ಶೈದಾರಗ ಜಾಲಗ ತುಡರಮ ಅಡಯಾರಗ ದೀಗನ ಹತ್ತಲ್ ಕಲಾರಗ ಓರಿ ಬಾಬಾ ಬಾಬಾ ಶಂದಲ ಓರಿ ಗನ ಹತ್ತಲ್ ಕರಾರಗ യേശുവിന്റെ നാമത്തിൽ ജയം ഞങ്ങൾ കൽപ്പിക്കുകയോ ഓരി ബന ഹത്തുൽ കരാരക യേസ് ഹല്ലേലൂയ എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ഒരുമിച്ച് പാടാം എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. Our precious Heavenly Father, we come to your presence once again in this morning time, Jesus. Hallelujah. Thank you for this wonderful opportunity that you have given us, Jesus. We bless the kids that you took baptized in your name, Jesus. Hallelujah. We pray for their lives, Jesus. Hallelujah. Let their life be an example that wherever they go, Jesus. Hallelujah. We bless their life, Jesus. Commit their life into your hands, Jesus. We pray for this worship service once again, Jesus. We pray for the ministering from the word of God, Jesus. Hallelujah. Thank you for the wonderful psalm that you have given us, Jesus. Thank you for the praise and worship that you give us, Jesus. Fill us with your Holy Spirit. Amen, Jesus. Hallelujah. Few moments we are in your presence, Jesus. Help us, guide us, and take care of us, Jesus. Hallelujah. Let this meeting be a blessing to each and every one, Jesus. Hallelujah. In this pandemic, Jesus. Hallelujah. We are gathered here, just let there be no hindrances in our church, Jesus. Hallelujah. Once again, we pray, commit this church into your hands, Jesus. Hallelujah. We pray for all the prayer requests that we have, the offerings, the testimony, everything that we have, Jesus. Especially we pray for the Lord's Supper, Jesus. Hallelujah. Let everyone be able to take part in it, Jesus. Hallelujah. Once again, we commit everything into your lovely hands, Jesus. We ask all these things in the loving and matchless name of Lord and Savior Jesus Christ. In Jesus' name we pray. ആമേൻ. എല്ലാവർക്കും ദൈവത്തിലിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു അവസരം കൂടി കർത്താവ് തന്നതോർത്ത്
ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിപ്പാൻ പല കാരണങ്ങൾ ഇന്ന് പകലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്നാനം വളരെ അനുഗ്രഹമായി നടപ്പാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും വന്ന് സംബന്ധിപ്പാൻ കഴിയാത്തതുകൊണ്ട് സൂം പ്ലാറ്റ്ഫോമിൽ അത് കണ്ടുകൊണ്ടിരുന്നു. വന്ന് സംബന്ധിപ്പാൻ കഴിയുന്നവർ വന്ന് സംബന്ധിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അവർ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ അവരെ ഇടയാക്കുന്നു. അവരുടെ മാതാപിതാക്കൾ അതിനുവേണ്ടി ആത്മീയ കാര്യങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനം കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അതിനെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബിജു, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോസ് ജോർജ്, എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സൂം പ്ലാറ്റ്ഫോമിലും പ്രത്യേക ഹോളിലായിരിക്കുന്നവർക്കും വന്ദനം അറിയിക്കുന്നു. ഈ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ വീണ്ടും കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആരാധനയിൽ ഇന്ന് ദൈവജനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജുവാണ്. സങ്കീർത്തന ശുശ്രൂഷയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം പാസ്റ്റർ ജോസ് ജോർജിലൂടെ നമുക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു. കർത്താവ് നമ്മെ ഇത്രത്തോളം സഹായിക്കുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ യേശു ഒരു പക്ഷേ നമ്മുടെ പുറമേയുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നില്ല. പക്ഷേ അദൃശ്യനായി യേശു വന്നിട്ടുണ്ട്. സഭ ആരാധന ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ഉപേക്ഷയായി വിചാരിക്കാതെ മാക്സിമം ആളുകൾ വന്നു ചേരുവാൻ ഇന്ന് പകൽ ഇടയായി. അപ്പോൾ തന്നെ വരാൻ കഴിയാതെ സൂം പ്ലാറ്റ്ഫോമിലും ആരാധന സംബന്ധിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ നിങ്ങൾ ആരാധന കഴിഞ്ഞ് നിശ്ചയമായും ഈ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ പാസ്റ്റർ കുടുംബത്തോടു കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അത് മറക്കരുത്. അത് നിങ്ങൾ തിരക്കായി പോകരുത്. ഒരു ഫോട്ടോ എന്തായാലും എടുക്കണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. നമുക്കൊരു മിഷൻ ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആരംഭ ആഴ്ചയല്ലേ മിഷൻ ബോക്സിൽ അർപ്പിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉദ്യമിപ്പിക്കുന്നെങ്കിൽ, അല്ലേ, ഉദ്യമിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പോകുമ്പോൾ നിങ്ങൾ ആ മിഷൻ ബോക്സിൽ മിഷൻ വർക്കിന് വേണ്ടി നിങ്ങൾക്ക് അർപ്പിക്കാനുള്ള സമയമുണ്ട്. അതിന് നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമ്മൾ തുടർന്ന് കർത്താവിൻ്റെ മേശ ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. മേശ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ആരംഭത്തിൽ പറയുന്നു. അപ്പം ആരും മുറിച്ചെടുക്കേണ്ട. അപ്പക്കഷ്ണം അവിടെ മുറിച്ചിട്ടത് മാത്രം ഒരു കഷ്ണം നിങ്ങൾ എടുത്താൽ മതി. വേറൊരു അപ്പത്തിൽ നിങ്ങൾ തൊടുവാൻ പറ്റത്തില്ല. ശുശ്രൂഷ എൻ്റെ ഒപ്പം സഹായിക്കുന്നത് മത്തായി ചായനും ഷായി ചായനുമാണ്. ഞങ്ങൾ 3 പേരും ഗ്ലൗസ് ഇട്ടായിരിക്കും ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ കർത്തമേശ ശുശ്രൂഷ കഴിഞ്ഞിട്ട് സ്നേഹചുംബനം ഒരിക്കലും നിങ്ങൾ ഇവിടെ ആചരിക്കരുത്. നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം സ്തോത്രം ഇത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതും നിങ്ങൾ ഒരറിവിനായി സ്വീകരിക്കുക. ഈ ശുശ്രൂഷ അടുത്ത് വരുമ്പോൾ വളരെ ആ കർത്തമേശ ശുശ്രൂഷയുടെ സമയത്ത് ആരും ബാത്റൂമിൽ പോകാനോ വെള്ളം കുടിക്കാൻ പോകാനോ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. കുഞ്ഞുങ്ങളോട് സഹിതമാണ് പറയുന്നത്. ആ ശുശ്രൂഷ തീരുന്നത് വരെ വളരെ ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മേശ ശുശ്രൂഷ നമ്മൾ തുടർന്ന് നടത്തേണ്ടതായിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് സഹായമാകേണ്ട സഹോദരങ്ങളും ഞാൻ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ഗ്ലൗസ് നിങ്ങളുടെ കയ്യിൽ ഗ്ലൗസ് താഴെ ഇരിക്കുന്നുണ്ട്. ആ ഗ്ലൗസ് എടുത്ത് കയ്യിൽ നിങ്ങൾ ആദ്യം അത് ഇടേണ്ടതാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ ഒരു നിമിഷം കർത്താവിൻ്റെ മേശ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. സണ്ണിച്ചായൻ ഇപ്പോൾ ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കും. സണ്ണിച്ചായൻ ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സണ്ണിച്ചായൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. കൂടെ ഇരിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതിനോട് കേട്ടിരിക്കാൻ സ്തോത്രം മാനമോത്തോടുക്കണം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന
ഒരു ഗാനത്തിൻ്റെ ചില ഈരടികൾ പാടുകയും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കത്തക്ക രീതിയിൽ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുകയും ചെയ്യുക. പ്രത്യേകാൽ യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നിന്ന് ജേക്കബ് അച്ചായൻ വായിക്കും. അത് ഈ പാട്ട് പാടിയതിന് ശേഷം, ധ്യാനിച്ച് പാടിയതിന് ശേഷം ജേക്കബുകൾ അത് വായിക്കുന്നതാണ്. വായിച്ച് നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ക്രൂശിനെ ധ്യാനിച്ച്, കാൽവറി ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കഷ്ടാനുഭവങ്ങളെ നമ്മൾ എല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ അകത്ത് നമ്മൾ ധ്യാനിച്ച് ഭയത്തോടെ ഭക്തിയോടെ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു ഗാനത്തിൻ്റെ ചില ഈരടികൾ നമുക്ക് ചേർന്ന് പാടാം. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം യേശുവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം യേശുവാൻ, മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷകര, മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷകര. എഴുന്നേറ്റ് നിന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം. ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ പോലെ മരണനിലത്തു നിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവന്റെ മുഖ പലരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യാൽ നിന്ദിക്കപ്പെട്ടും ധരിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാം ദൈവം അവനെ ശിക്ഷിച്ച് പഠിച്ചു ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനാൾ ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാ പരിപാടികളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ ഭാഗമിണ്ടാതിരുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാപതിയാലും എടുക്കപ്പെട്ടു. ജീവനോട് ദേശത്ത് നിന്ന് അവന് ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ അതിക്രമം അവനെ ദണ്ഡനം വന്നും അവൻ്റെ തലമുറയെല്ലാവരും വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവർ അവനെ ദുഷ്ടന്മാരോട് കൂടി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്മാനന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ കഷ്ടം വരുത്തി. അവനെ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്ധ്യതയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അതുകൊണ്ട് അവൻ മഹാന്മാരോടുകൂടെ ഓരി പങ്കിടും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് അതുകൊണ്ട് അവൻ മഹാന്മാരോടുകൂടെ ഓഹരി പങ്കിടും. ബലവാന്മാരോട് അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനും മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാവം വഹിച്ചും അതിക്രമക്കാർക്കും വേണ്ടി കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് കണ്ട ദർശനമാണ് നമ്മൾ വായിച്ചു കേൾപ്പാനിടയായത്. യെശയ്യാ പ്രവചനം എന്ന് പറയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം യേശുവിൻ്റെ ജനന മരണ അടക്കം പുനരുത്ഥാനം പറഞ്ഞിരിക്കുന്ന ഏക പുസ്തകം യെശയ്യാവിൻ്റെ പുസ്തകമാണ്. നമ്മൾ ഒരാൾ ജനിച്ചാലാണ് അതാണാണോ പെണ്ണാണോ എന്നറിയുന്നത്. എന്നാൽ യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ
യേശുവിന് വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ നമുക്ക് പകരമായി യേശു മാനവരാശിയുടെ പാപം വഹിച്ചുകൊണ്ട് തകർക്കപ്പെടുന്നതിനെക്കുറിച്ച് ദർശനത്തിലൂടെ വെളിപ്പെട്ട യെശയ്യാവ് വിളിച്ചു പറയുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നവനെ പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. എനിക്കും നിനക്കും വേണ്ടി, മാനവരാശിയുടെ സകലർക്കും വേണ്ടി എൻ്റെ കർത്താവ് അവരുടെ പാപങ്ങൾ വഹിച്ച് നമുക്ക് പകരമായി കാൽവരിയിൽ കിടക്കുന്ന കർത്താവ് ഇപ്പോൾ കണ്ടാൽ അവന് രൂപമില്ല, കോമളത്വമില്ല. ആർക്കു വേണ്ടിയാണ്? ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പ്രാശ്ചിത്തമായിട്ടാണ് കർത്താവ് കാൽവരിയിൽ കിടക്കുന്നത്. പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എൻ്റെ കർത്താവ് ജനിച്ചത് കീറ്റുശീലയിലാണ്, എന്നാൽ അവൻ്റെ മരണം സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. കീറ്റുശീലയിലാണ് എൻ്റെ കർത്താവ് ജനിച്ചതെങ്കിൽ അവനെ പൊതിഞ്ഞത് നിർമ്മല ശീലയിലാണ്. അവനെ അടക്കിയത് ഒരു സമ്പന്നനായ ഒരു വ്യക്തിയുടെ കല്ലറയിലാണ്, ആരെയും വെക്കാത്ത ഒരു കല്ലറയിൽ. ദൈവം ഒന്നരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെത്ര വർഷം കഴിഞ്ഞാലും മാറ്റമില്ലെന്ന് ഇന്ന് പകൽ ഒരിക്കൽ കൂടി പറയുക. എൻ്റെ കർത്താവിനെ നോക്ക്. ആ കാൽവരിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണം. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവൻ്റെ മുഖം വിരൂപമാക്കപ്പെട്ടു. യെശയ്യാവ് പറയുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെ എൻ്റെ കർത്താവ് മിണ്ടാതിരുന്നു. ഈ പകൽ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ മിണ്ടുവാൻ, എന്തെങ്കിലുമൊക്കെ ശബ്ദിക്കാൻ ഏറ്റവും നല്ല സാഹചര്യമാണ്. കാൽവരി ക്രൂശിൽ ആണിയടിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ താഴെ നിന്ന് വെല്ലുവിളിക്കുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. നമ്മളാണെങ്കിൽ ആണിയും പറച്ച് ഇറങ്ങി വരും. ആണിയും പറച്ച് 2 കൊടുത്തിട്ട് തന്നെ കാര്യമുള്ളൂ. ഇത്രയും വെല്ലുവിളിക്കണോ? എൻ്റെ കർത്താവ് ആ സമയത്ത് മിണ്ടാതിരുന്നു. ദൈവങ്ങളെ, അവൻ്റെ മുഖത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പി കഫക്കൂട്ട് മുഖത്ത് ഇരിക്കുക. ഇതിൽ കൂടുതൽ എൻ്റെ കർത്താവിനെ ആർക്കും പരിഹസിക്കണോ? കാർക്കിച്ച് തുപ്പിയ കഫക്കൂട്ടുകൾ മുഖത്ത്, ചോരയുമായി ഒലിച്ചിറങ്ങുന്ന മുഖത്ത്, താടി പിഴുതെടുത്തുന്ന, തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കുമ്പോൾ ഒരു കയ്യിലും കാലയിലും ഒരു മുള്ളു കൊണ്ടാലുള്ള വേദന നമുക്കറിയാലോ. ശരിക്കും ഗുണപ്പെടാത്തവനാണെങ്കിൽ ആ കല്ലിനെ നോക്കി തെറി പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം അല്ലേ? ഈ കല്ല് ആരാ അവിടെ കൊണ്ടിട്ടേന്ന് ചോദിച്ച്. എൻ്റെ കർത്താവിൻ്റെ ദേഹത്ത് ഇനി ചോര വരാനൊരു സ്ഥലമില്ല. കണ്ടം ഉഴുതിട്ട് മറച്ചതുപോലെ കർത്താവിൻ്റെ പുറത്തേക്ക് ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ ചമ്മട്ടിയുടെ അറ്റത്തിരിക്കുന്ന ചൂണ്ടക്കൊളുത്ത് പോലെയുള്ള ഭാഗം ദേഹത്ത് വന്ന് പറച്ചെടുക്കുമ്പോൾ കേട്ടോ, ഇറച്ചി കഷണങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്ന് പറയുന്നത് പോലെ പിഴുതു വന്നു. എൻ്റെ കർത്താവ് മിണ്ടാതിരുന്നു. ഈ പകൽ ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ഇത്ര വലിയ ക്ഷമ വേണോ കർത്താവേ? ഇത്ര വലിയ കരുണ ഞങ്ങളോട് കാണിക്കണോ? ഒന്ന് ചോദിക്കണേ. നമ്മളോട് അവര് ഒന്ന് ചിരിച്ചില്ലെന്നും പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നേ.
ഞാനിവിടെ വന്നപ്പോൾ അടുത്തൊരാൾക്ക് സ്നേഹചുംബനം കൊടുത്തു, എനിക്ക് തന്നില്ല, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ആ കഷ്ടാനുഭവങ്ങൾ കാണുമ്പോഴേ ഒന്നുമല്ല. ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷയവും നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വന്നെങ്കിൽ ഇന്ന് കർത്താവിനോട് നീ ചോദിക്കണം, എൻ്റെ കർത്താവേ, ഇവനോട് ഞാൻ ക്ഷമിക്കണോ? ക്ഷമിക്കാത്ത രീതിയിലുള്ള തെറ്റാ ഇവൻ എന്നോട് ചെയ്തിരിക്കുന്നേ. കർത്താവ് പറയും, എന്നെ നോക്ക്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എൻ്റെ മുഖത്ത് തുപ്പുന്നു ആരാ? ഈ മാനവരാശിയുടെ ഉടയവന്റെ കാര്യം ഞാൻ പറയുന്നേ. ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കാൻ കഴിവുള്ളവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് പകൽ ഈ മേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് ക്ഷമയാണ്. ഞാനത് പിന്നീട് വിവരിക്കാം. നിങ്ങൾ പറയാറുണ്ട്, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടു. അത് ഏതോടുള്ള ബന്ധത്തിലാണ്? ക്ഷമയോടുള്ള ബന്ധത്തിലാണ്. അത് ഞാൻ തെളിയിക്കണോ? നീ ഭൂമിയിൽ ക്ഷമിക്കാതെ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ നിനക്ക് ചിലരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ സ്വർഗത്തിൽ ദൈവം നിന്നോട് ക്ഷമിക്കും. ഈ പകൽ ആരോടെങ്കിലുമൊക്കെ കയ്പ് വെച്ചുകൊണ്ട് മേശയിലേക്ക് വരുവാൻ ആരെങ്കിലും ഇന്ന് ഇരിക്കുന്നെങ്കിൽ, 1.25 വർഷമായല്ലോ, ഇനിയും മാറിപ്പോക്കോട്ടെ കേട്ടോ. എലി വിഷമെടുത്തുകൊണ്ട് പോകുന്ന പോലെ എടുത്തുകൊണ്ട് പോകരുതെന്ന് ഒരു മുന്നറിയിപ്പ് ഞാൻ പറയുകയാണ്. നിന്റെ ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ, ക്രമീകരിക്കപ്പെടേണ്ട മണ്ഡലങ്ങൾ ക്രമീകരിക്കപ്പെടാതെ ഇതിലേക്ക് കരം നീട്ടരുതെന്ന് ഇന്ന് സഭയെ നോക്കി ദൈവം ബുദ്ധി ഉപദേശിക്കുന്നു. ഇത് കർത്താവിൻ്റെ മേശയാണ്. ഈ മേശ നമ്മളെ വിളിച്ചറിയിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി അറുക്കപ്പെട്ടു, ഞാൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു, സമാധാനത്തിനായുള്ള ശിക്ഷ എൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ പകൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഇതിലേക്ക് സംബന്ധിക്കണം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് എവിടെയെങ്കിലുമൊക്കെ ക്രമീകരിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ബുദ്ധി തരുന്നെങ്കിൽ ഈ പകൽ പറ, ഈ മേശ ഞാൻ തൊടുമ്പോൾ തന്നെ തീരുമാനിക്കുന്നു, ഞാൻ അവനോട് ക്ഷമിച്ചു. അവനെക്കുറിച്ച് ഇനി ഞാൻ ഒരു അപവാദം പറയത്തില്ല. അവനെക്കുറിച്ച് ഇനി ഞാൻ ഒരു തെറ്റ് പറയാൻ ഞാൻ പോകത്തില്ല. അവനോട് ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം, എൻ്റെ സഹോദരനാ, എൻ്റെ സഹോദരിയാ, എൻ്റെ ഹല്ലേലൂയ ഒരു സഭയിലെ അംഗമാ, എൻ്റെ ദൈവമക്കളെ ഒരപ്പത്തിൽ നിന്ന് മുറിച്ചു തിന്നുന്നവർ പോലും ക്രമീകരിക്കപ്പെടാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശു നിനക്ക് വേണ്ടി ഏറ്റ ആ പങ്കപ്പാടിനെ ഓർത്താൽ, ഇത്ര വലിയ ആ ക്ഷമ നമ്മൾ കണ്ടാൽ നമുക്ക് ക്ഷമിക്കാനേ ഉള്ളൂ. നമ്മുടെ ഈഗോ പറയും, ക്ഷമിക്കൊന്നും വേണ്ട, നീയാ വലിയവൻ. നിന്നെ വലിയവനാക്കിയവൻ ഒരുത്തനുണ്ട് കേട്ടോ, അവൻ്റെ കരുണ കൊണ്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഒരാൾ പെട്ടെന്നങ്ങ് പോയി, യാത്ര പറയാൻ പോലും പറ്റിയില്ല. മോനെ ഞാൻ പോവുക, പപ്പേനെ നോക്കിക്കൊള്ളണമെന്ന് പറയാൻ പറ്റിയില്ല. ഇന്ന് വിടർന്നു വന്ന് നാളെ വാടുന്ന പൂക്കളെപ്പോലൊരു ജീവിതം തന്നിരിക്കുമ്പോൾ എന്തിനാ ദൈവമക്കളെ പ്രശംസിക്കുന്നത്? മനുഷ്യ, നീ നിന്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? നിന്റെ ബലമില്ലാതെയായി പോകും. ജ്ഞാനിയേ, നീ നിന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിനെന്തിന്? നിന്റെ ജ്ഞാനമില്ലാതെയായി പോകും. ദൈവം ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തെങ്കിൽ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ജ്ഞാനം കുറഞ്ഞവരെ തെരഞ്ഞെടുത്തെങ്കിൽ, ഈ പകൽ കർത്താവിനോട് പറ, കരുണ കൊണ്ടാണ് നിൽക്കുന്നത്, കരുണ കൊണ്ട്. നീ ഒരു നിമിഷം എൻ്റെ മുഖത്ത് നിന്ന് നിൻ്റെ കണ്ണൊന്ന് മാറ്റിയാൽ ഞാനില്ല. ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവമക്കളെ, എല്ലാം പ്രാർത്ഥിച്ചേ. ഈഗോയൊക്കെ ഒന്ന് പൊട്ടി മാറണം കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും പാസ്റ്ററായ എനിക്കും നിങ്ങൾക്കൊക്കെ ഈഗോ ഉണ്ട്. എങ്ങനെ താഴാൻ, എവിടെ ക്രമീകരിക്കും? ഇന്ന് പകലൊന്ന് ക്രമീകരിക്കാൻ ദൈവാത്മാവ് പറയുന്നെങ്കിൽ ഒന്ന് ക്രമീകരിക്കുക. ആത്മാവ് നിന്നെ വാദിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അടുത്ത് വരുന്നു.
ഞങ്ങളോട് ക്ഷമിക്കണമേ, അടിയനോട് ക്ഷമിക്കണമേ, അടിയനോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണമേ. ഈ ശുശ്രൂഷ ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വേദഭാഗം കൂടി ഞാൻ വേദത്തിൽ വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വേദഭാഗം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ താഴും കഴിച്ച ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി ശുശ്രൂഷയിൽ സഹായിക്കേണ്ട ദൈവ സഹോദരങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കടന്നു വരും. ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകണം. ദൈവത്തിനും മഹത്വം. എല്ലാവരും ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ഈ മേശയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും രോഗികളും ബലഹീനരുമാകുന്ന അനേകരും നിദ്ര കൊള്ളുന്നു. ഇന്ന് പകൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, സ്വർഗീയ പിതാവേ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ബ്രദർ ജെയിംസ് ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കും. സ്തോത്രം. ആമീൻ. കർത്തമേശ ഇന്ന് സ്നാനപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്ന് ഇതിൽ ഭാഗവക്കാകാം. അവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും കർത്തമേശ അനുഭവിക്കേണ്ട എല്ലാവരും കർത്തമേശ എടുക്കാൻ യോഗ്യതയോടുകൂടി ഒരുക്കപ്പെട്ട് ഇന്ന് പകലായിരിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് ഭാഗവാക്കാകാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷീകരിപ്പാൻ കഴിഞ്ഞതാ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഈ ഹല്ലേലൂയ പകൽക്കാലം പറയുവാൻ കഴിയും. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം ഹല്ലേലൂയ വലിയ ശമ്പളം മേടിച്ചു കൊണ്ടുവരുന്ന, വലിയ വിദ്യാഭ്യാസം ലഭിക്കുന്ന, അതൊക്കെ ഈ ലോകത്ത് നല്ല കാര്യമാണ്, വേണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ ഏറ്റവും വൻ കാര്യം നാം എടുത്ത ഈ പുസ്തകത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ തലമുറ കർത്താവിന് വേണ്ടി നിൽക്കുന്നതാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും?
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകട്ടെ. സമയം കടന്നു പോകുന്നല്ലോ. ഞാൻ ആരംഭം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എനിക്കൊരു വചനം തന്നിട്ടുണ്ട്. അതിന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ ഞാൻ കർത്താവദാസനോട് സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഇരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. ആമേൻ. സ്തോത്രം. സഹോദരന്മാർ ആർക്കും ഒരാളൊന്ന് വായിച്ചേ. ആ പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവരെ പറഞ്ഞു മനസ്സിലാക്കി പ്രബോധിപ്പിച്ചെഴുതുന്ന ഒരു ഭാഗമാണ്. അതിന് കാരണമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ കൊരിന്ത്യ സഭയുടെ അനുഗ്രഹങ്ങളൊക്കെ വിവരിച്ച് നാളെ അക്കമിട്ട് പറയുക, നിങ്ങൾ ആത്മീയ വരമുള്ളവരാ, നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരാ, ദൈവത്തിൻ്റെ വചനം അറിയാകുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരാ എന്നൊക്കെ 1-ാം അധ്യായത്തിൽ എഴുതി. താഴോട്ട് വരുമ്പോൾ 2-ാം അധ്യായം വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവരെ ആ വിശ്വാസത്തിന് പുറകോട്ട് പോകുന്ന പൗലോസ് മനസ്സിലാക്കിയ 3-ാം അധ്യായം വന്നപ്പോഴേ അവരോട് പറയാം, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുകാരുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മീയനോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിപ്പാൻ കഴിയുകയില്ല. കാരണം കൊരിന്ത്യ സഭയ്ക്കകത്ത് ചിലർ വിശ്വസിച്ചു, കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവിനെ അറിഞ്ഞു. സ്തോത്രം. ശരീരം കൊണ്ട് എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല എന്ന് അങ്ങനെ ചില കൂട്ടർ അവിടെ വിശ്വസിച്ചു. നമ്മുടെ നാട്ടിൽ പറയാനില്ല, അല്ലെങ്കിൽ സ്തോത്രം കല്ലില്ല, അവൻ ഒരു കുഴപ്പമില്ല, അവൻ്റെ മനസ്സ് നല്ലതാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ വന്നാലും അല്ലെങ്കിൽ പ്രവൃത്തി ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല, മനസ്സ് നന്നായാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ ആൾക്കാർ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. അവരെ നോക്കി പൗലോസ് പറയുക, അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സ് മാത്രം നന്നായാൽ പോരാ, യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ട്, നിങ്ങളുടെ അകത്ത മനുഷ്യന് അല്ലെങ്കിൽ സ്തോത്രം നല്ലതായിരിക്കണം മാത്രം പോരാ. എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾ ആരാ എന്ന് അവരെ പ്രബോധിപ്പിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മന്ദിരമാ. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു ബോധ്യം അവർക്കുണ്ടാകണമെന്ന് അവരെ പ്രബോധിപ്പിച്ചെഴുതുക. അങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നാനപ്പെട്ട പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് മുതൽ നിങ്ങൾ ആരാ? ദൈവത്തിൻ്റെ മന്ദിരമാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ എങ്ങനെ ജീവിച്ചു, ഹല്ലേലൂയ സ്തോത്രം, എങ്ങനെ പോയി എന്നല്ല, ഇന്ന് പകൽക്കാലം മുതൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ, അവന്റെ ആലയമാ. അങ്ങനെയെങ്കിൽ ആ ദൈവം നമ്മളിൽ വസിക്കുന്നു. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആഗ്രഹം എപ്പോഴും മനുഷ്യനോട് വസിക്കണമെന്നാ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്, 24 മണിക്കൂറും ആരാധിക്കുന്ന സ്തോത്രം അല്ലെ, ചിറക് വിടർത്തുമ്പോൾ തന്നെ അനേക സംഗീതങ്ങൾ വരുന്ന അല്ലെ ദൂതന്മാരുണ്ട് ആരാധിക്കുന്നവര്. എന്നാലും നമ്മൾ വായിക്കുന്നു, സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ആരാധന അല്ലെ, ആ സ്വർഗലോകത്തെ വിട്ട് ഒരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ വൈതല് ഞാനും നിങ്ങളെ ഭൂമിയിൽ ആരാധിക്കുമ്പോൾ ദൈവം അത് നോക്കാൻ കുനിഞ്ഞു നോക്കും. ദൈവത്തിന് ആഗ്രഹം നമ്മോടുകൂടെ വസിക്കാനാ. അതുകൊണ്ടാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതേൻ തോട്ടത്തിലാക്കിയിട്ട് അവരോട് പറഞ്ഞു, വെയിലാറുമ്പോൾ ഇറങ്ങി വരും. മനുഷ്യൻ വിളിച്ചിട്ടല്ല. ദൈവത്തിന് ആഗ്രഹം എൻ്റെ മക്കളായ ആദാമിനും ഹൗവയോടും കൂടെ എനിക്ക് ചില സമയം ചെലവഴിക്കണമെന്ന് വിചാരിച്ച് അവരിറങ്ങി വരുന്നതാ.
പ്രൈസ് ദി ലോർഡ്. അല്ല, ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യനോട് വസിക്കണമെന്ന. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഏദൻ തോട്ടത്തിന് പുറത്താക്കി, അവിടുന്ന് അവരെ കളഞ്ഞില്ല. വീണ്ടും ഇസ്രായേലിലേക്കുള്ള യാത്രയിൽ കാലാകാലങ്ങളിൽ കർത്താവ് അല്ലെ മനുഷ്യരോട് വസിക്കുവാൻ ആഗ്രഹിച്ചു. അതിനെ കണ്ടെത്തിയ മാർഗമാ അല്ലെ സമാഗമന കൂടാരം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലയത്തെ ആദ്യത്തെ മന്ദിരമാ. നിങ്ങൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ സമാഗമന കൂടാരം ഉണ്ടാക്കണം. എന്തിനാ? എനിക്ക് നിങ്ങളുടെ മധ്യ ഇറങ്ങി വരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളുടെ മധ്യ വസിക്കണം, എനിക്ക് പാളയത്തിൽ വസിക്കണം. അതിന് നിങ്ങൾ സമാഗമന കൂടാരം ഉണ്ടാക്കണം. അങ്ങനെ സമാഗമന കൂടാരം ഉണ്ടാക്കി യാഗമർപ്പിച്ചു. എന്നിട്ടും ജനം വഴിതെറ്റി പോയപ്പോൾ അല്ലയോ അവിടുന്ന് ദൈവത്തിന് തൃപ്തിയായില്ല. പിന്നെ ശലോമോന്റെ കാലത്ത് രണ്ടാമത്തെ ഹല്ലേലൂയ ആലയം പണിയുവാൻ ഇടയായി തീർന്നു. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ഞാൻ ഓടിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ സാന്നിധ്യം ആലയത്തിൽ നിറഞ്ഞു നിൽപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ആഗ്രഹം നമ്മോട് വസിക്കാനോ സ്വന്തം ജനത്തോട് വസിക്കാനോ. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. പുരോഹിതന്മാർ മാറി മാറി വന്നു. ഏലി പുരോഹിതൻ വന്നു. മക്കൾ വഴിതെറ്റിപ്പോയി. ആരാധന നടക്കേണ്ടടുത്ത് എല്ലാം വിട്ടുപോയി. യേശുവിന്റെ കാലം വന്നപ്പോൾ ആലയത്തിനകത്ത് കച്ചവടം തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വസിക്കേണ്ട ആലയത്തിന്, ദൈവത്തിന് ഇറങ്ങി വരേണ്ട ആലയത്തിനകത്ത് ഇപ്പോൾ കച്ചവടമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് തൃപ്തിയായില്ല. ദൈവം അവിടെ അവസാനിപ്പിച്ചിട്ട് സ്തോത്രം. ദൈവം കർത്താവിന്റെ ഹല്ലേലൂയ ആലയത്തിലെ ദൈവത്തിന് മനസ്സിലായി ഇനി ആലയം കൊണ്ട് നടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ആലയ പരിപാടി നടക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ചാൽ ഇവർ വന്ന് അല്ലെങ്കിൽ യാഗമർപ്പിക്കും, വീണ്ടും പോയി പാപം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഈ ലോകത്തിലേക്ക് വന്ന് യാഗമായി തീർന്ന, പരമയാഗമായി തീർന്ന യേശു ക്രിസ്തു ഇവിടെ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ആലയമില്ല, ഇപ്പോൾ കെട്ടിടമല്ല, ഇപ്പോൾ സ്തോത്ര പ്രത്യേക ഒരു സ്ഥലമില്ല, ഇപ്പോൾ കർത്താവ് വാസിക്കുന്നത് എന്നിലും നിങ്ങളിലുമാ. ആമേ. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല, ഒരു സംഘടനയല്ല. ഞാനും നിങ്ങളും ആ ദൈവത്തിന്റെ സഭ അല്ലെ, ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ സഭ. അങ്ങനെയെങ്കിൽ അവന്റെ ആലയമായ ഞാനും നിങ്ങളുമോ ദൈവത്തിന്റെ മന്ദിരമോ? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുക ദൈവവൈതലേ, ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മന്ദിരമോ ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം എങ്ങനെയായിരിക്കണമെന്നൊക്കെ അവിടെ വായിക്കുന്നു. ഞങ്ങളോടൊന്നും കിടക്കുന്നില്ല. ശുദ്ധീകരണമുള്ളതായിരിക്കണം. സ്തോത്രം. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവന്ന് നിരന്തരം വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. എവിടെ? ആലയത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. നിയമപ്പെട്ടകമുണ്ട്. പെട്ടകത്തിനകത്ത് 3 കാര്യങ്ങളുണ്ട്. അല്ലെ, മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി, 10 കൽപ്പലക. അത് 10 ആത്മീയ ദൂതുകൾ പറയുന്നത് സ്തോത്രം. അല്ലയോ, കൽപ്പന ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ മന്ദിരമായ ഞാനും നിങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരിക്കണം. കൽപ്പന പ്രകാരമാണ് പോകേണ്ടത്. എന്നിട്ട് ഹല്ലേലൂയ അഹരോന്റെ തളിർത്ത വടി ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷ കാണിക്കുക. പിന്നെ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം എന്ന് പറഞ്ഞാൽ ആരാധന ായിരിക്കണം. കഴിഞ്ഞോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പിതാക്കന്മാരെ നടത്തിയ വഴികള് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ 40 വർഷക്കാലം ആഹാരം കൊടുത്ത് മന്ന കൊടുത്ത് നടത്തിയ ആരാധനയോ ആ ഒരു വാഞ്ചയും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. പ്രൈസ് ദി. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നല്ല രീതിയിൽ നടക്കുന്നു, ഇന്ന് നല്ല കാര്യങ്ങൾ നടക്കുന്നു, ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നു. സ്തോത്രം. നല്ല വസ്ത്രം, നല്ല ആഹാരം ലഭിക്കുന്നു. എന്നാൽ നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ പപ്പ മമ്മി അല്ലെങ്കിൽ പിതാക്കന്മാര് ഇതൊന്നും ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. ആ കാലത്തും യഹോവയെ സേവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാലത്തും അവർ ദൈവത്തെ സേവിച്ചു, അവർ ദൈവത്തെ മുറുകെ പിടിച്ചു. അതാ മന്നയിട്ട പൊൻപാത്രത കാണിക്കുന്നത്. അത് മറക്കരുത്. അല്ലെങ്കിൽ മാതാപിതാക്കളോടും പറയട്ടെ, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് പിടിയും കുഞ്ഞുങ്ങളോട്, മക്കളെ സ്തോത്രം, ഇതൊന്നും എനിക്കില്ലായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതൊന്നും നമുക്കില്ലായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചോദിക്കുന്നൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഹല്ലേലൂയ, അത് മറന്നു പോകരുത്. സ്തോത്രം. ഒരു കാലത്തും ഒന്നുമില്ലാത്ത നാളുകളിൽ അതിനെ ദൈവത്തെ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, മന്ദിരമെന്ന്, ഹല്ലേലൂയ, അറിഞ്ഞുകൊണ്ട് കർത്താവിനെ സേവിച്ച നാളുകൾ ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. വചനമതാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ആരാ? ദൈവത്തിൻ്റെ മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വസിക്കുന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. അത് മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? നമ്മുടെ ശരീരം ദൈവത്തിന് മഹത്വമുള്ളതായിരിക്കണം. മനസ്സുകൊണ്ടല്ല. നമ്മുടെ അകത്ത മനുഷ്യനും പുറമേയുള്ള നമ്മുടെ ശരീരം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വാക്ക്, നമ്മുടെ സംസാരം, ചിന്ത എല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. കർത്താവേ, ഞാൻ നിൻ്റെ ശരീരം, നിൻ്റെ ആലയമാണ്. നീ ഇറങ്ങി വരുന്ന വസിക്കുന്ന എൻ്റെ സ്ഥലമാണ്, ആലയമാണ് എൻ്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. ആലയത്തെ സൂക്ഷിക്കേണ്ട ചുമതല ദൈവത്തിനാണ്, അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അറിയാൻ സ്വർഗം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സകല വിഷയത്തിനും, ഹല്ലേലൂയ, ആലയമായി കർത്താവിനെ വഹിച്ച് നിങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ ധരിച്ച് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ഒരു വിഷയം വരുമ്പോൾ, നിങ്ങളുടെ ഒരു പ്രയാസം വരുമ്പോൾ, വേദന വരുമ്പോൾ, ദൈവത്തിന് അറിയാം, ഹല്ലേലൂയ, ഇതെൻ്റെ ആലയമാ, ഞാൻ ഇറങ്ങി വസിക്കുന്ന സ്ഥലമാ, ഇവിടെ എനിക്ക് പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ, എനിക്ക് വിടുവിച്ചേ മതിയാകുകയുള്ളൂ. ദൈവത്തിന് മാറ്റിവെക്കാൻ കഴിയത്തില്ല നിങ്ങളുടെ വർഷം. ദൈവം പ്രവർത്തിക്കുക തന്നെ. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ നിന്റെ ആലയമാ, നിന്റെ വഴി വിട്ടു പോകാൻ ഇടയാകരുതേ, ഞാൻ ദൈവത്തിന്റെ ആലയമാ. പ്രൈസ് ദി ലോർഡ്. ആ ബോധ്യം നമ്മളെ ഭരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചുറ്റുപാടുമൊക്കെ പലരും കാണുമായിരിക്കാം, എന്നാൽ ഹല്ലേലൂയ, നമുക്കൊരു ബോധ്യം വേണം, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. അടുത്ത ഭാഗത്ത് കാണുന്നു. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. വായിക്കുന്നു, ദൈവത്തിൻ്റെ ആ മന്ദിരം നശിപ്പിക്കുന്നവൻ എന്തോ ചെയ്യും? അതുകൊണ്ട് ഒരു കാരണത്താലും നമ്മുടെ ശരീരം മലിന്യപ്പെടുത്താനിടയാകരുത്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. മറ്റുള്ള ഒരു കാര്യം കൊണ്ടും, നോട്ടം കൊണ്ടോ, ചിന്ത കൊണ്ടോ. അതുകൊണ്ട് അയ്യോ ഒരിക്കൽ പറഞ്ഞു, ഞാൻ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പൗലോസ് പറയുന്ന ഭാഷയെ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. സ്തോത്രം. ഇനി നമ്മുടെ ശരീരം കൊണ്ട് ഹല്ലേലൂയ പാപ വഴിയിൽ പോകാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ സൗദി അറേബ്യയിൽ ക്ലാസ് എടുത്തപ്പോൾ, സ്ഥാനത്തിൽ ക്ലാസ് എടുത്തപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, വേണമെങ്കിൽ ആ മൊബൈലും ഒന്ന് മുക്കിയെടുത്തോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വാട്ടർ പ്രൂഫ് മൊബൈലൊക്കെ ഉണ്ടല്ലോ, അത് മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മന്ദിരമാണെന്നൊരു ബോധ്യം വേണം. ഒരു കാരണവശാലും അത് നശിപ്പിക്കരുത്. സ്തോത്രം. അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. 5 കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പരിശുദ്ധാത്മാവരുടെ മേൽ വന്നപ്പോൾ, സ്തോത്രം, എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ അങ്ങ് മുദ്രയിട്ടു. പ്രൈസ് ദി ലോർഡ്. അവർ കണ്ടു, സ്പർശിച്ചു, കേട്ടു. സ്തോത്രം. അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പരിശുദ്ധാത്മാവ് അങ്ങ് അച്ചാരം മുദ്രയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നശിപ്പിക്കുന്നവനെ ഹല്ലേലൂയ ദൈവം നശിപ്പിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് കൽപ്പന അനുസരിച്ച് നമ്മൾ കയറിയല്ലോ. സ്തോത്രം. നിർബന്ധത്താലല്ല, നമ്മൾ അങ്ങോട്ട് സമ്മതിച്ച് കവനന്റ് ദൈവമായി ഉടമ്പടി ചെയ്ത് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താണ്. എങ്കിൽ ഇതിനെ സൂക്ഷിക്കേണ്ട ചുമതല ഞാൻ നിങ്ങളും ആ ഹല്ലേലൂയ കടന്നു പോകുന്നിടത്ത്, വരുന്നിടത്ത് കേൾക്കേണ്ടാത്ത ചിലപ്പോൾ കേൾക്കേണ്ടി വരും, കേൾക്കേണ്ടത് കേട്ടെന്ന് വരും. എന്നാൽ ഹല്ലേലൂയ അതെല്ലാം നമുക്ക് യോജിച്ചതല്ല, നമുക്ക് പറ്റിയതല്ല. മറ്റുള്ളവർ പറഞ്ഞെന്ന് വരാം, മറ്റുള്ളവർ കണ്ടെന്ന് വരാം, മറ്റുള്ളവർ കേട്ടെന്ന് വരാം, അല്ലെ ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ വിശ്വാസികൾ പോലും ചെയ്തെന്ന് വരാം.
എന്നെ പ്രിയ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ പറയട്ടെ, ഹല്ലേലൂയ, ലോക മനുഷ്യരല്ല, ഹല്ലേലൂയ, വിശ്വാസികൾ എന്ന് പേരുള്ളവർ പോലെ ചെയ്തെന്ന് വരാം, എന്നാൽ നിങ്ങൾ ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മറക്കരുത്. ദൈവത്തിൻ്റെ ശരീരമാണ്, ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മളിൽ ഉള്ളിൽ വസിക്കുന്ന ദൈവം ആരാ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്ക് കണ്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഈ സകല ഭൂജരാജങ്ങളെയും ഉണ്ടാക്കി. ഹല്ലേലൂയ, കുരുടനെ വിളിച്ച് കാഴ്ച കൊടുത്തവൻ, മരിച്ചവനെ ഉയർപ്പിച്ച് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ജീവനോടെ പുറത്തു വന്ന ഈ ഭൂലോകത്തിന്റെ അധികാരമുള്ളവൻ, ഹല്ലേലൂയ, പ്രകൃതിയിൽ അധികാരമുള്ളവൻ, മനുഷ്യന്റെ മേൽ അധികാരമുള്ള സർവശക്തനോ എന്നിലും നിങ്ങളുമായി മന്ദിരത്തിൽ വസിക്കുന്നത്. സാധാരണ വ്യക്തിയല്ല പ്രിയപ്പെട്ടവരെ, സാധാരണ വ്യക്തിയല്ല. ആ മന്ദിരമായ ആലയം സൂക്ഷിക്കേണ്ട ചുമതല എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വഴി വിട്ടുപോകുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മേശ ഭക്ഷിച്ചപ്പോൾ നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ ദൈവാസം വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഇങ്ങനെ ഒരു കൊരിന്ത്യലേഖനത്തിൽ വാക്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ, പറഞ്ഞാട്ട്, ശരീരം രക്തവും കൊണ്ട് കുറ്റക്കാരനാകും എന്ന് പറഞ്ഞാൽ, എൻ്റെ അക്ഷരീയമായി പറഞ്ഞാൽ, ഒരു സമയത്ത് യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം എൻ്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. അവനെ ക്രൂശിക്കാം, അവനെ ക്രൂശിക്കാം, ബറവാസിനെ വിട്ടുതരിക, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് പറഞ്ഞ അവർ സ്വയം ഏറ്റെടുത്തു. നിങ്ങൾക്കറിയാമോ, ചരിത്രം പഠിക്കുമ്പോൾ അതേ നിവർത്തിയാകത്ത രീതിയിൽ ഇന്നും അവരത് അനുഭവിക്കുക. അക്ഷരീയമായി അവരങ്ങനെ വിളിച്ചു പറഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, അയോഗ്യമായി ഈ കർത്താവിന്റെ മേശ ഭക്ഷിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങൾ ആത്മീയമായി അതേ കുറ്റം വിളിച്ചു വരുത്തിയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കുഞ്ഞുങ്ങൾ കർത്താവിന്റെ മേശ ഭക്ഷിച്ചു. ആദ്യത്തെ ദിവസമാണ്. അടുത്ത ദിവസം കൊണ്ട് സ്കൂളിലൊക്കെ കടന്നു പോകും, കോളേജിൽ കടന്നു പോകും. അടുത്ത മേശയിലും ഇതേ പ്രാഗൽഭ്യത്തോടെ ഭക്ഷിപ്പാനിടയായിത്തീരണം. സ്തോത്രം. ഇതേ പ്രാഗൽഭ്യത്തോടെ ഭക്ഷിപ്പാനിടയായിത്തീരണം. അല്ലെങ്കിൽ എന്താ, യഹൂദന്മാർ ഒരിക്കൽ വാങ്ങിച്ച കുറ്റം, അവർ ചോദിച്ചു വാങ്ങിച്ച കുറ്റം, ഹല്ലേലൂയ, നാമും ചോദിച്ചു വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മുടെ മന്ദിരം സൂക്ഷിക്കണം. എൻ്റെ വാക്കിൽ നിർത്തുക. സ്തോത്രം. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കി, അങ്ങനെയാണോ നമ്മുടെ ജീവിതം? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? ദൈവം ഉണ്ടെന്ന് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്ന വാക്കുകൾ, ചിന്തകൾ, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ, ഇടപാടുകൾ, സ്തോത്രം, ദൈവം വസിക്കുന്നു എന്നൊരു ചിന്തയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ പരിപ്പാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. വിട്ടുപോകരുത്. ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഒരു കാര്യം മറക്കരുത്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഒരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ മന്ദിരം ഇരിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിപ്പാനും ഇടയായിത്തീരും. സ്തോത്രം. ദൈവം തള്ളിക്കളയത്തില്ല. അടുത്തൊരു മന്ദിരമാണ്, ഞാൻ പറഞ്ഞു നിർത്താം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഹല്ലേലൂയ, യെരൂശലേം ദേവാലയം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനോടുകൂടെ പോകുന്ന ദിവസമുണ്ട്. ആ മന്ദിരത്തിൽ താമസിക്കുന്ന ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഒരുങ്ങാം. കർത്താവ് ഞങ്ങളെ സഹായിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആലോചന ഇന്ന് പകൽ നമ്മളെ കേൾപ്പിച്ചല്ലോ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോടുകൂടെ നന്ദി അറിയിക്കുന്നു. രണ്ട് ദൈവദാസന്മാർക്കും പ്രത്യേകാൽ സഭയുടെ പേരിൽ, എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഈ ദിവസങ്ങളിൽ വിശുദ്ധമായി നമുക്ക് സൂക്ഷിക്കാം. ദൈവമക്കളെ, ഞാൻ ഇന്നും ഒരിക്കൽ കൂടി പറയുന്നു, 2 മണിക്കൂർ നേരത്തേക്കുള്ള പ്രോഗ്രാമിന് വന്നതല്ല. വെള്ളിയാഴ്ച 2 മണിക്കൂർ കൂടുന്ന പ്രോഗ്രാമല്ല. നീ വേർതിരിക്കപ്പെട്ടവനാണ്, നിന്നെ വിളിച്ച് വേർതിരിച്ചവരാണ്. നമുക്കൊരു വിശ്വാസമുണ്ടാകണം. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്. ഓരോ ദിവസവും ദൈവജനം പറയുമ്പോൾ, ദൈവാത്മാവ് ഇടപെടുമ്പോൾ ക്രമീകരിക്കേണ്ട മണ്ഡലങ്ങൾ ക്രമീകരിക്കണം. എത്ര പ്രാവശ്യം
എൻ്റെ ദേഹത്ത് ഈ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു നാട്ടിൽ കെട്ടുന്ന ഒരു ഇലയുണ്ട്, ആ ഇലയിൽ എന്തോരം വെള്ളം വീണാൽ അതിൽ പറ്റത്തില്ല, പെട്ടെന്ന് അങ്ങ് ഒഴുകിപ്പോകും എന്ന് പറഞ്ഞതുപോലെ ആകച്ചേമ്പല ആകരുത്. വചനം കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കണം. ആമീൻ കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനതിനു വേണ്ടി തയ്യാറാണ്. പക്ഷേ എനിക്ക് സ്വന്തമായി ശക്തിയില്ല. അതിനാ നിനക്ക് പരിശുദ്ധാത്മാവിന് ദൈവം തന്നിരിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ആഗ്രഹം നമുക്ക് വരട്ടെ. നമ്മൾ വലിയ മുട്ടായുക്തിയൊക്കെയാണ് പറയുന്നത്, വലിയ മുട്ടായുക്തിയൊക്കെയാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത്. മുട്ടായുക്തി എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി വില പോകത്തില്ല. അത് പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും വില പോകും, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാനും തലയാട്ടും, ഞാൻ പറഞ്ഞാലും നിങ്ങളും തലയാട്ടും. ഇവിടെ പറ്റും, പക്ഷെ അങ്ങോട്ട് പറ്റത്തില്ല. അവിടേക്ക് പോകണമെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം മാത്രം ജീവിച്ചാൽ നല്ല ദാസനേ, നല്ല ദാസിയേ എന്നുള്ള വിളി കേൾക്കാം. അപ്പോൾ പറയും, അയ്യോ ഞാനും ഉണ്ടായിരുന്നല്ലോ കർമ്മേൽ ചർച്ചിൽ, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ലെന്ന് പറയും. നീ ഉണ്ടായിരുന്നോ? ലാസ്റ്റ് ആ വാക്ക് കേൾക്കരുത്. ഞാൻ നിന്നെ അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നു, ഞാനന്ന് പാട്ട് പാടിയപ്പോൾ കൈയടിച്ചത് കണ്ടില്ലേ, ഞാനന്ന് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു കണ്ടില്ലേ. കർത്താവ് ഞാൻ നിന്നെ അറിഞ്ഞിട്ടേ ഇല്ല. ദൈവങ്ങളെ ഒരുങ്ങാം, ഇനിയും സമയമേറെയില്ല. നന്നായിട്ട് ഒരു മഹാമാരി കൂടി വന്നാൽ തീരാനുള്ളൂ. അതുകൊണ്ട് ഈ താൽക്കാലിക ജീവിതം വളരെ പ്രത്യാശയോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകാൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര വഴിപാട് ദശാംശം അർപ്പിക്കാനുള്ള സമയമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ദൈവസഭ ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഓഹരി ദൈവസഭയിൽ അർപ്പിക്കേണ്ടതാണ്. അതാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം തന്ന് ബലം തന്ന് നടത്തിയ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. ദശാംശം എന്നുള്ളത് പുതിയ നിയമത്തിൽ വ്യവസ്ഥയില്ലെങ്കിലും പുതിയ നിയമത്തിൽ മുഴുവനും കൊടുക്കാനാണ്. എന്നിട്ട് ദൈവം എന്തെങ്കിലും തരുന്നത് മേടിച്ച് നമ്മൾ നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓഹരിയാണ്. അപ്പോൾ നമ്മൾ ദശാംശങ്ങളിൽ കൊടുത്ത് പഠിച്ചു തുടങ്ങാം. ദൈവം അനുഗ്രഹിക്കും. എനിക്ക് സന്തോഷമുണ്ട്. ഞാനിത് പറയുന്നതിൽ ഒട്ടും മടിയില്ല. ഇത് ചില വർഷങ്ങളായിട്ട് ദൈവം ചെയ്യാൻ കൃപ ചെയ്തിട്ടുണ്ട്. ചില വർഷങ്ങളായിട്ട് മുടങ്ങാതെ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിൽ ഞാൻ പഠിപ്പിച്ചു. വീട്ടിൽ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, ഇതൊന്നും ഞാൻ പൊക്കി പറയല്ല, തെറ്റ്. ഒരു ദിവസം വസ്തു വിറ്റു 10 ലക്ഷം രൂപ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനല്ലേ പാസ്റ്റർ, ദശാംശം ഇങ്ങോട്ട് പോരിയായിരിക്കും. എൻ്റെ വീട്ടിലെ പാസ്റ്റർ ഞാനല്ലേ. എൻ്റെ വീട്ടുകാർ അതിൻ്റെ ദശാംശം എടുത്ത് എൻ്റെ സഭയിലെ പാസ്റ്ററിന് കൊണ്ടു കൊടുത്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ കുറച്ചെങ്കിലും എനിക്ക് തരാറുണ്ടല്ലോ. ഇല്ല, നീയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ദശാംശം ദൈവസഭയിൽ കൊണ്ടുവരണം. കൊടുത്തു. ഞാൻ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ, ഒന്നിനും ദൈവം കുറവ് വരുത്തില്ല. കടക്കാരനല്ല ദൈവം. അവൻ ആർക്കും കടക്കാരനല്ല. എന്തെങ്കിലുമൊക്കെ കൊടുത്തൊന്നും വിടുന്നതല്ല കേട്ടോ. ദൈവത്തിന് വേണ്ടി ദൈവം നിനക്ക് തന്നത്, നിനക്ക് ആരോഗ്യം തന്നത് ഞാൻ എല്ലാ സഭയിലും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സഭയിലും ഞാൻ ഫേസ് സിറ്റി ചർച്ചിൽ ഇന്നും ചില കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളോട് വിളിച്ചു പറയും. അവർ ജർമ്മനിയിലുണ്ട്, ഇറ്റലിയിലുണ്ട്. അനുഗ്രഹിക്കപ്പെടാൻ കാരണം അവർ ആ തീരുമാനമെടുത്തതാണ്. നമ്മുടെ തലമുറകളെ അത് പഠിപ്പിക്കണം. മോനെ, നീ അത് ചെയ്യണം, നീ അത് ചെയ്യണം, നീ അത് ചെയ്യണം, അത് പഠിപ്പിക്കണം. അത് ദൈവസഭയുടെ വ്യവസ്ഥയാണ്. മലാക്കി പ്രവചനമൊക്കെ എടുത്ത് വായിക്കണം. എന്നെ തോൽപ്പിക്കാമോ? തോൽപ്പിക്കാൻ പറ്റുമോന്നാ? 10 അനുഗ്രഹമാണ് പറയുന്നേ. ഇത് കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പവും അവിടെ പറയുന്നുണ്ട്. ഞാനത് പിന്നീട് പഠിപ്പിക്കാം. സ്തോത്രം. ഒരു സഭയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഈ ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ പോകുന്നു. ഞാൻ പറഞ്ഞു, പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ദശാംശം പഠിപ്പിച്ചത് കേട്ടിട്ട് പോകുന്നവർ പോട്ടെ, ഞാൻ നിർബന്ധിക്കുകയല്ല. ഇത് പഠിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തലമുറയായി. അബ്രഹാമിന് അറിയത്തില്ല, അന്ന് ദശാംശത്തെക്കുറിച്ചുള്ള അറിവൊന്നുമില്ല. പക്ഷേ സൽക്കരിച്ചു. അടുത്ത 4ാം തലമുറ മരുഭൂമിയിൽ വന്നപ്പോൾ ഒറ്റെണ്ണം പട്ടിണി കിടന്ന് ചാകാതെ ദൈവം സൂക്ഷിച്ചു. കൊടുത്തതിന് കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവമക്കളെ, തലമുറയായി അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയും. അത് മാന്യതയാണ്.
ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ തീരുമാനമെടുക്കുക. നിങ്ങൾ എന്ത് ലഭിച്ചാലും, ഞാൻ പറയാനുള്ള കാരണം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ ഒരു ഇത് പറയാം. 100 രൂപ കിട്ടിയാൽ നിങ്ങൾ തിന്ന് കഴിച്ച് ലാസ്റ്റ് വല്ലത് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ഉപരിയായി അതിലെ 10 രൂപ ആദ്യം എടുത്ത് ദൈവത്തിനൊന്ന് മാറ്റി വെച്ച് നോക്കി 2 മാസം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിൽ പിന്നെ ഇടണ്ട കേട്ടോ, ആരും ഇടണ്ട. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്തൊന്ന് പഠിച്ചു നോക്ക്. ആലയത്തിലൊരു വീതം കൊടുത്തു, ദൈവദാസനൊരു വീതം കൊടുത്തു, അല്ലെങ്കിൽ മിഷൻ വർക്കിനൊരു വീതം കൊടുത്തു. ആ ദശാംശം അങ്ങനെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് ചെയ്തു നോക്ക്. ദൈവമക്കളെ, ഒരു അനുഗ്രഹം കുടുംബത്തിൽ അറിയാതെ വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ദശാംശത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല, ശരിയാ. പക്ഷേ അത് പഠിച്ചു കഴിയുമ്പോൾ ദൈവമേ ഇത്രയാണല്ലോ കൊടുക്കുന്നുള്ളൂ എന്നൊരു ചിന്ത വരരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദശാംശം സ്തോത്ര വഴിപാട് അർപ്പിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവുതങ്കം വീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന വാസ്ത്രയിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന വാസ്ത്രയിൽ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് കുഞ്ഞാട്ടിൻ കല്യാണത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക് കർത്താവു തന്നെ വീരനാദത്തോടു പ്രധാന ദൈവദൂതശബ്ദത്തോടു കർത്താവു തന്നെ വീരനാദത്തോടു പ്രധാന ദൈവദൂതശബ്ദത്തോടു സ്വർഗത്തിൽ നിറങ്ങി നീ വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം
മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സാക്ഷ്യം പറഞ്ഞ എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രത്യേകാല നാട്ടിലായിരിക്കുന്നവർ, ഓൺലൈൻ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, രാജാതി രാജാവിന് മഹത്വം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിഖബന ഹത്തുൽ കരാരക. എല്ലാ വിഷയത്തിനും മതിയായ ദൈവത്തിൻ്റെ കര ഈ പകൽ നമുക്കിടയിൽ പ്രവർത്തിക്കേണ്ടതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകാല ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഔറംഗാബാദിലായിരുന്ന ബെനിസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് മടങ്ങി വരുമല്ലോ. നിന്റെ മകൻ്റെ കൂടെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓ റീഖാബ ഹത്തുൽ കരാരക. അവിടെ അനേക കൂട്ടങ്ങൾ സ്നാനപ്പെടട്ടെ. നമ്മുടെ സഭയോർത്ത് പ്രാർത്ഥിക്കാം. ഒരു മിഷൻ ചർച്ച ഈ സഭ തീരട്ടെ. ഇവിടെയുള്ള പല കുഞ്ഞുങ്ങൾ ചില മിഷണറിമാരായി മാറേണ്ടതിന് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ സ്തോത്രം ലാസങ്ങൾ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. மகாகிருபையும் இரக்கமும் நிறைந்த நல்ல கர்த்தாவே, இந்த உயிர்த்தெழுந்த காலை வேளையிலே அப்பாவின் சமூகத்தில் வந்து நாங்கள் உம்மை ஆராதிக்க, உம்மை துதிக்க, உம்மை ஸ்தோத்திரம் செய்ய நீர் செய்த கிருபைகளை நாங்கள் நினைவு கூர்ந்து ஐயா நாங்கள் உம்மை துதிக்கிறோம். நோவாவுக்கும் அவருடைய குடும்பத்திற்கும் கிருபை கிடைத்ததை போல எங்கள் சபை ஜனங்கள் ஒவ்வொருவருக்கும் உடைய சமூகத்தில் கிருபை கிடைக்கட்டும் அப்பா. விசேஷமாக இன்று ஞானசாரம் எடுத்த ஒரு பிள்ளைகளை உம்முடைய கரங்களிலே நாங்கள் சமர்ப்பித்து ஜெபிக்கிறோம் அப்பா. ஓ, அவர்கள் ஞானஸ்தானம் எடுத்ததோடு முடிந்து விடவில்லை ஆண்டவரே. இன்னும் அவர்கள் கிறிஸ்துவிலே வளர 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 நீங்க உதவி செய்யும்படியாய் ஜெபிக்கிறோம் அப்பா. இரண்டாவதாக நாங்கள் எங்கள் சபை மிஷனுக்காக நாங்கள் ஜெபிக்கிறோம். அமராதவில்லை ஆண்டவரே, உம்மை அறியாத அநேக ஜனங்கள் உம்மை அறிந்து கொள்ளுகிற பிள்ளைகளாய் மாறட்டும் அப்பா. மிஷனுக்காய் கொடுக்கிற ஜனங்களை உருவாக்கும் ஆண்டவரே. எங்கள் பாஸ்டர் சொன்னதை போல எங்களுடைய சபையிலிருந்து அநேக மிஷனரிமார்கள் எழும்பும்படியாக நாங்கள் ஜெபிக்கிறோம் அப்பா. ஆரம்பத்தில் இருந்து இந்த முடிவு வரையில் உம்முடைய கிருபை கூட இருந்தபடினாலே ஸ்தோத்தரிக்கிறோம், உம்மை துதிக்கிறோம் அப்பா. இறுதியாக எங்கள் சபை போதகரை அவருடைய குடும்பங்களை நாங்கள் கரங்களிலே சமர்ப்பிக்கிறோம். எல்லாம் உம்முடைய நாம மகிமைக்காக செய்யும் கிறிஸ்து இயேசுவின் നാമത്തിൽ ശപിக்கிறோம் എങ്കിൽ ജീവനുള്ള നല്ല പിതാവേ. ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ മടങ്ങിപ്പോകാം. മുട്ടുമേൽ ഒരു നിമിഷം നിൽക്കാൻ പറ്റുന്നവർ ഒരു മിനിറ്റ് നമുക്ക് മുട്ടുമേൽ നിന്ന് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മടങ്ങിപ്പോകാം. എത്ര നല്ലവനേശുവരൻ, മിത്രമാണെനിക്കെന്നുമവൻ. എത്ര നല്ലവനേശുവരൻ, മിത്രമാണെനിക്കെന്നുമവൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും കൂട്ടായ്മയും നമ്മളോടെല്ലാവരോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് പകൽ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോടുകൂടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കുഞ്ഞുങ്ങളുടെ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ റെഡിയാണ്. ഇപ്പം തന്നെ കൊടുക്കണോ? ഇപ്പോൾ അതെങ്ങനെയാ? ഇവിടെ കൊടുത്താൽ മതിയോ? കൊടുത്താൽ മതിയല്ലോ, കീറി കൊടുത്താൽ മതിയല്ലോ. കൊടുത്താട്ടെ. ജോമൽ സി മാത്യു.